പടത്തിൽ അഭിനയിക്കാൻ വേണ്ടിട്ട് നോക്കട്ടെ. ഇല്ല, അങ്ങനെ സംഭവിക്കുന്നതല്ല. കാരണം ഒന്നാമത് ഇപ്പൊ ഈ സിനിമ ഞാൻ ശരിക്കും അങ്ങോട്ട് ചോദിച്ച് അഭിനയിച്ച സിനിമയാണ്. ഈ സിനിമ ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കല്യാണ സമയത്ത് കുറച്ച് സാമ്പത്തിക പ്രശ്നം, അതായത് ഈ മറ്റേ സ്വർണ്ണം വായിക്കാൻ കല്യാണ ചെലവുകളിൽ കുറച്ച് ആവശ്യങ്ങൾക്ക് പൈസ ഇല്ല എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ എന്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സിനിമ ചെയ്യുന്ന ആൾക്കാരെ വിളിച്ചിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പം വൈശാഖ് എന്ന് പറഞ്ഞൊരു സൗണ്ടിൽ വർക്ക് ചെയ്യുന്ന സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ അറിയാം. അപ്പൊ അവരെ വിളിച്ച് ഞാൻ ചോദിച്ചു. അപ്പൊ ജോയിച്ചേട്ടന്റെ പടം ഇങ്ങനെ നടക്കുന്നത്. അപ്പൊ ജോയിച്ചേട്ടനെ വിളിച്ച് സംസാരിച്ച് അങ്ങനെയാണ് ആ സിനിമയിൽ എത്തിയത്. അതിന്റെ സ്ക്രിപ്റ്റ്, അതായത് ഞാൻ 4-5 ചെറുപ്പക്കാർ വായിച്ചിട്ടില്ല. നമ്മുടെ ആവശ്യം ചിലപ്പോൾ നമ്മളെ നല്ല രീതിയിൽ കൊണ്ടെത്തിക്കും. ഇപ്പം സൂക്ഷ്മദർശിനി ആണെങ്കിലും അതുപോലെ വന്നതാണ്. ഇതിനായിട്ട് ഞാൻ മുന്നേ പരിചയമുള്ളതാണ്. അപ്പൊ അങ്ങനെ എത്തിച്ചേർന്ന സിനിമകളാണ്. എല്ലാ സിനിമകളും നന്നാവണമെന്നുള്ള സാഹചര്യത്തിനനുസരിച്ച് മാറി 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 മാറി. ഇനി പക്ഷെ എല്ലാം ഹിറ്റായിരിക്കും. ചെയ്തിട്ടേ ഉള്ളൂ. ചെയ്തിട്ടേ വേറെ എന്ത് പരിപാടിക്കും പോകുന്നുള്ളൂ, ഇത് ചെയ്യണം. അങ്ങനെ ഒരു തീരുമാനം ആദ്യം തന്നെ എടുത്തായിരുന്നു. പക്ഷെ ബുക്ക് വായിക്കുന്ന പോലെ അല്ല സിനിമയിലേക്ക് വരുമ്പോൾ. ബുക്കിന് അതിൻ്റെതായിട്ടുള്ള ലിബർട്ടീസ് ഉണ്ട്. ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു പ്രൈവറ്റ് സ്പേസ് ആയിരിക്കും. നമ്മൾ കാണുന്ന വിഷ്വൽസും നമ്മൾ കാണുന്ന മുഖങ്ങളും ആയിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക. നമ്മൾ തന്നെ ഒരു ഇമാജിനേഷൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. എന്നാൽ സിനിമയിലേക്ക് വരുമ്പോൾ സിനിമയായിട്ടുമാണ് അതിനെ കാണാൻ. അപ്പോൾ ആൾക്കാർക്ക് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ലിബർട്ടീസും ബുക്കിൻ്റെതായിട്ടുള്ള അത്രയും സമയവും ഡീറ്റെയിലിങ്ങുകളും നമുക്ക് ഒരിക്കലും സിനിമയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. അതിനതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ബുക്കിൽ നിന്ന് സിനിമയിലേക്ക് ആവുമ്പോൾ ആ ബുക്കിന്റെ ഒരു സോള് ചോർന്നു പോകാതെ എങ്ങനെ സിനിമയിലേക്ക് എത്തിക്കാം എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും നന്നായിട്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് സ്ക്രിപ്റ്റ് ആക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള. എന്നാൽ ബുക്കില് കുറെ കാര്യങ്ങൾ സിനിമയിലേക്ക് വന്നപ്പോൾ മാറിയിട്ടുണ്ട്. ബുക്കിൽ വഴി കൂടെ അല്ല സിനിമ സഞ്ചരിച്ചിരിക്കുന്നത്. സിനിമ സ്ക്രിപ്റ്റ് ആയപ്പോൾ വേറെ വഴി കൂടിയാണ് സിനിമ സെക്കൻഡ് ഹാഫിലൊക്കെ സഞ്ചരിക്കുന്നത്. അതിന്റെ ക്രെഡിറ്റ് ജസ്റ്റിൻ മാത്യുവിനും കൂടെ ഉള്ളതാണ്. ഇതിന്റെ സ്കോർ റൈറ്റർ ജസ്റ്റിനാണ് പല മേജർ പ്ലോട്ട് പോയിന്റ്സും മാറ്റി ആലോചിച്ചതും ചിന്തിച്ചതൊക്കെ. പിന്നെ GR ഗോവിൻ ചേട്ടന്റെയും നല്ല കോൺട്രിബ്യൂഷൻ, ഓഫ് കോഴ്സ് ജ്യോതി ചേട്ടന്റെയും. എല്ലാവരുടെയും കൂടെ എല്ലാവർക്കും അറിയാവുന്നത് സിനിമയായിട്ട് നന്നായിട്ട് വരണം. സിനിമയാവുമ്പോൾ ബുക്കിൽ നിന്ന് വലിയ രീതിയിൽ മാറ്റങ്ങളില്ലാതെ ബുക്കിനേക്കാളും നന്നായാൽ അത്രയും സന്തോഷം. എന്നാൽ ബുക്കിന്റെ അത്രയെങ്കിലും തന്നെ നമുക്ക് എത്തിക്കണം എന്നുള്ളൊരു ഒറ്റ ഒരു വിശ്വാസം തന്നെയാണ് നമ്മൾ ആദ്യം മുതലേ ഇതിന്റെ സ്ക്രിപ്റ്റിൽ എല്ലാവരും അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്തത്.